ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ആകാശ എയർലൈൻസിന്റെ റിക്രൂട്ട്മെന്റ്. അപ്പൊ ആകാശ എയർലൈൻസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസിന്റെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ക്യാബിൻ ക്രൂവിന്റെ ഈ വേക്കൻസിയിൽ നിങ്ങൾക്ക് ആൾ ഇന്ത്യൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ, ഇന്ത്യയിലുള്ള മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ 12th പാസ് മാത്രമാണ്. 12th പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നോ എക്സാം ഇല്ല. പക്ഷെ നിങ്ങൾ വിടുന്ന ആ റെസ്യൂം, അതിന്റെ കൂട്ടത്തിൽ വിടുന്ന സർട്ടിഫിക്കറ്റിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങളെ വിളിക്കും. എന്നിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ചെക്ക് ചെയ്യും. ആ ഒരു അടിസ്ഥാനത്തിലാണ് നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇളവ് കൊടുക്കുന്നുണ്ട്. അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് 18 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അത് കണക്ക് തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവരുടെ ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ പരിഗണിക്കുന്ന ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. ഏതെങ്കിലും നിങ്ങൾ കമ്പനിയിൽ, ഏതെങ്കിലും എയർലൈൻസിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 തൊട്ട് 35 വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് 18 തൊട്ട് 28 വയസ്സ് വരെയാണ്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൾ ഓവർ ഇന്ത്യയാണ്. ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന, ഞാൻ ഇതിനകത്ത് ഇനി എന്തെല്ലാം യോഗ്യതകൾ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ എന്തെല്ലാം ഫിറ്റ്നസ് നിങ്ങൾക്ക് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എങ്ങനെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ റെസ്യൂം എങ്ങനെ തയ്യാറാക്കി അയക്കണം, നിങ്ങൾ ഓൺലൈനിൽ എങ്ങനെ അത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, എത്ര പോസ്റ്റ് ഉണ്ടെന്ന് ഇതിനകത്ത് പറയുന്നില്ല. അതായത് അവർ എത്ര പോസ്റ്റ് ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. പക്ഷെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞാൽ അല്പം നമ്മുടെ ഒരു വൈറ്റ് കോളർ ജോബ് തന്നെയാണ്. അതുകൂടാതെ റെപ്യൂട്ടഡ് ഓർഗനൈസേഷനാണിത്. പ്രൈവറ്റ് കമ്പനിയാണ്, പക്ഷെ തേർഡ് പാർട്ടി അല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അപേക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ജോബ് തീർച്ചയായിട്ടും ഇതിനകത്ത് സെറ്റിൽഡ് ആവും. അങ്ങനെയുള്ള ഒരു ജോബാണ്. നിങ്ങൾക്കറിയാം എന്തുമാത്രം റെപ്യൂട്ടഡ് ഒരു ജോബാണ് ഈ എയർ ഹോസ്റ്റസിന്റെ എന്ന് പറഞ്ഞാൽ. അത് തന്നെയല്ല, നിങ്ങൾ ദിവസം എത്രയോ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇതിനകത്ത് ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരുമാതിരി ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അപ്പം അതനുസരിച്ച് നിങ്ങൾ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ട്. കാര്യം നിങ്ങൾക്ക് ഈ 12th ക്ലാസ് മാത്രം മതി, എക്സ്പീരിയൻസ് വേണ്ട. അങ്ങനെയുള്ള കാൻഡിഡേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അപേക്ഷിക്കുക. തീർച്ചയായിട്ടും ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, 14 ജനുവരി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. ആ ഒരു വെബ്സൈറ്റ് അവിടെ നിന്ന് മാറിയെന്നിരിക്കാം 14 ജനുവരിക്ക് മുന്നേ. പിന്നൊരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പാസ്പോർട്ട് ഉള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ അവിയേഷനിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇതിനല്ല വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ, ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ മർച്ചന്റ് നേവിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ 10 കഴിഞ്ഞവർക്കും മർച്ചന്റ് നേവി വർക്ക് ചെയ്യാം. പക്ഷെ പാസ്പോർട്ട് ഒരു പ്രധാന മാനദണ്ഡമാണ് അവിടെ. അത് കണക്ക് തന്നെ 12 പാസ്സായവർക്കും മർച്ചന്റ് നേവിയിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ പാസ്പോർട്ട് വേണം. ഇപ്പം നടക്കുന്ന വേക്കൻസി എല്ലാം ഓൺലൈനായിട്ട് ഇനിയും വരും. അപ്പം നിങ്ങൾ പാസ്പോർട്ട് തയ്യാറാക്കി വെക്കുക. നേവിയിലോ മർച്ചന്റ് നേവിയിലോ ഇത് കണക്കുള്ള ആവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
ഇത് പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പാസ്പോർട്ട് വലിയ കാര്യമൊന്നുമല്ല, 5-10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടും. ആധാർ കാർഡിന്റെ മുകളിലാണ് അത് കിട്ടുന്നത്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അപേക്ഷിക്കുക പാസ്പോർട്ട്. അപ്പൊ പാസ്പോർട്ട് ഉള്ളവരും ഇനി ഞാൻ താഴെ പറയുന്ന കാര്യങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളവരും ഇതിനകത്ത് അപേക്ഷിക്കുക. അപ്പൊ നമ്മുടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി വേണ്ടെന്ന് നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആകാശ എയർലൈൻസ്. പോസ്റ്റ് നെയിം ക്യാബിൻ ക്രൂ. ടോട്ടൽ പോസ്റ്റ് നോട്ട് ഡിക്ലെയർഡ്. എയർലൈൻ ഡിക്ലെയർഡ് ചെയ്തിട്ടില്ല എത്ര പോസ്റ്റ് ഉണ്ട് ആൾ ഓവർ ഇന്ത്യയില. അപ്പം ഒരുമാതിരി പോസ്റ്റ് കാണുമായിരിക്കും. നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളവർ അപേക്ഷിക്കുക. അപ്ലൈ മോഡ് ഓൺലൈനാണ്. ഹു ക്യാൻ അപ്ലൈ? ആൾ ഇന്ത്യ, മെയിൽ ആൻഡ് ഫീമെയിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി സാലറി എത്രയുണ്ടെന്നുള്ള കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സാലറി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 25-30 വരെ നിങ്ങൾക്ക് സാലറി. 25,000 തൊട്ട് 30,000 വരെ പ്രഷറിന് സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോബാണിത്. ഇത് ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസിന് കിട്ടുന്നത് 25-30 തൊട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ 18 തൊട്ട് 35, എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ 18 തൊട്ട് 28 വരെ ഞാൻ പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടില്ല. എക്സ്പീരിയൻസ് ഹോൾഡറിന്റെ മാത്രമേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ 18 തൊട്ട് 28 വരെയാണ്. ഈ ഏജ് റിലാക്സേഷൻ ഒന്നും ഇവിടെ പറയുന്നില്ല. ആപ്ലിക്കേഷൻ ഫീസ് ആർക്കുമില്ല, നില്ലാണ്. ഒരുത്തരും ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ ഫീസ് ചോദിച്ചാൽ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നില്ല. ഇനി സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ റെസ്യൂം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 12-ലെ ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു രീതിയിലൊക്കെയാണ് ഇത് സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. ഇതിന്റെ എക്സാം ഇല്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഇനി ഫിസിക്കൽ നമ്മുടെ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത്, ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 155 സെന്റിമീറ്റർ ആണ് ഫീമെയിലിന്. 167.50 ആണ് മെയിലിന്. കൂടാതെ 155 സെന്റിമീറ്റർ ആണ് ഫീമെയിലിന്. ഇത് ഓർത്തിരിക്കുക. ഇനി BMI റേഞ്ച് ഉണ്ട്. BMI റേഞ്ച് എന്ന് പറയും ബോഡി മാസ് ഇൻഡെക്സ്. അതായത് നിങ്ങളുടെ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ, അതിൽ കിട്ടുന്ന ഒരു ആനുപാതികമായിരിക്കും. അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഫീമെയിലിന് 18.23 വേണം, മെയിലാണെങ്കിൽ 18.25 വേണം. ഇത് നിങ്ങൾ വെച്ചണം. അതുകൂടാതെ നിങ്ങളുടെ ശരീരത്ത് ടാറ്റുവോ, നോ വിസിബിൾ ടാറ്റു ഓർ മാർക്സ് നിങ്ങളുടെ സ്കിന്നിൽ വരാൻ പാടില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് 12th. ഇത് 12th മാത്രമേ ഇവിടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഡോക്യുമെന്റ്സ്, ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ്, CV അപ്ഡേറ്റഡ്. നിങ്ങളുടെ CV നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അയക്കുന്ന കണക്കിരിക്കും നിങ്ങളുടെ മെരിറ്റ് നിങ്ങളെ അവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള ഇതിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മെരിറ്റിൽ നിങ്ങൾ വരണമെങ്കിൽ നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ CV അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്താണ്, നിങ്ങളുടെ എഫിഷ്യൻസി എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും കൂടിയതായിരിക്കണം നിങ്ങളുടെ CV. ഇനി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. പാസ്പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, പാസ്പോർട്ട് ഇല്ലാത്തവർ ഇതിന് അപേക്ഷിക്കല്ലേ. പാസ്പോർട്ട് നിർബന്ധമാണ്. ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ എവിടെ പോകുന്നെങ്കിൽ, നിങ്ങൾ നേവി ആയിക്കോട്ടെ അല്ലെങ്കിൽ മർച്ചന്റ് നേവി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നവർക്ക് പാസ്പോർട്ട് തീർച്ചയായിട്ടും വേണം. പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ് വേണം. ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ ആൾറെഡി സ്റ്റാർട്ടഡ്. ഇത് തുടങ്ങിക്കഴിഞ്ഞ്. അതുകൂടാതെ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ 14th ജാനുവരിക്ക് മുന്നേ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. ഇനി ഇതിന് ഏത് ലിങ്കാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യും. ഞാൻ
എൻ്റെ ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ക്ലിക്കിൽ ലിങ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അവരുടെ വെബ്സൈറ്റിലേക്കാണ് ചെല്ലുന്നത്. അവിടെ നിങ്ങൾ അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്ലൈ എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ അപ്ലൈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ നിങ്ങളുടെ മൊബൈലും അല്ലെങ്കിൽ ഇമെയിൽ ID ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ബാക്കിയൊക്കെ അവിടെ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഇതിനകത്ത് ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ. ആൾ ഓവർ വേൾഡ് നിങ്ങൾക്ക് കറങ്ങുവാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാ. ആൾ ഓവർ വേൾഡിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കാണുവാനും ഇടപഴകുവാനും പറ്റിയ ഒരു സാഹചര്യമാണ്. ഇതിലൊക്കെ ഏറ്റവും നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ എവിടെല്ലാം പോകുന്നത്, ഇത് ഇങ്ങോട്ട് പൈസ തന്ന് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അപ്പം ലേഡീസ് ആൻഡ് ജെന്റ്സിന് 2 കൂട്ടർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് എലിജിബിൾ ആയവർ അപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്, ആൾ ഓഫ് യു.